നമ്മുടെ രാജ്യത്ത് ഈ ജനങ്ങൾ ഈ മുസ്ലിംസിനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ചില രീതികൾ അതിനെ എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ പരിപാടികളും അവർക്ക് ഹറാമാണ്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. ഇപ്പോൾ ഈ ക്രിസ്ത്യൻസിന്റെ ആഘോഷമായ ക്രിസ്മസ് ആയിക്കോട്ടെ, നമ്മളെ ഹിന്ദുക്കളുടെ ആഘോഷമായ ഓണം ആയിക്കോട്ടെ, ഇപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ള ഒരു വേർതിരിവൊന്നും തന്നെ ഇല്ല. എല്ലാ ആഘോഷവും രാജ്യത്തെ ജനങ്ങൾ ഒരുപോലെ തന്നെ ആഘോഷിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഈ മുസ്ലിംസിന് ഒരു ഹറാമാണ്. അവർക്ക് അവരുടേതായ ആഘോഷങ്ങൾ മാത്രമേ അവർ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ പള്ളിയിലുള്ള ചില ഉസ്താദുമാരും ചില ജിഹാദികളൊക്കെ പറയുന്നത്. പക്ഷേ ഈ മുസ്ലിം കുടുംബാംഗങ്ങളൊക്കെ അവർ ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും ഇനിയിപ്പോൾ ദീപാവലി ആയിരുന്നാലും ഇതെല്ലാം അവർ നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട്. ഈ ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് ഈ മുസ്ലിം പള്ളികളിലുള്ള ചില ഈ മുല്ലാക്കന്മാർ, ഈ ചില മത പണ്ഡിതന്മാർ, അവരൊക്കെയാണ് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി തന്നെ വരുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു സമാധാന അന്തരീക്ഷം തന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്കറിയാം ചില ഈ മുസ്ലിം പള്ളികളിലെ ചില പണ്ഡിതന്മാരൊക്കെ ഇന്നലെ ഒരു പ്രഭാഷണമൊക്കെ നടത്തിയത് നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം കണ്ടതാണ്. ഈ ഓണമൊക്കെ അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ തട്ടമിട്ട പെൺകുട്ടികളാരും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, മുസ്ലിമുകളാരും തന്നെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ ഓണ പ്രോഗ്രാമുകൾ ഉണ്ടാകും, അപ്പോൾ ഡാൻസുകളോ അല്ലെങ്കിൽ ഓണ സദ്യയോ ഒന്നും തന്നെ കഴിക്കാനോ ഒന്നും പാടില്ല, അതിലൊന്നും തന്നെ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈ മുസ്ലിം പണ്ഡിതന്മാർ എന്ന ലേബലിൽ ഇരിക്കുന്ന ചില മുല്ലാക്കന്മാര് പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ ഓണത്തിന് നമുക്കറിയാം ഇതെല്ലാം മുസ്ലിം പെൺകുട്ടികളടക്കം ഇവരെയൊക്കെ നെഞ്ചും കൂടി ചവിട്ടി പൊളിക്കുന്ന തരത്തിൽ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവരൊക്കെ ഈ മുല്ലാക്കന്മാരൊക്കെ പറയണമെങ്കിൽ പറയട്ടെ, നമ്മൾ ഓണം ആഘോഷിക്കും, ഈസ്റ്റർ ആഘോഷിക്കും, ഇനിയിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കും, ഇനിയിപ്പോൾ ദീപാവലി ആണെങ്കിൽ ദീപാവലി ആഘോഷിക്കും, എല്ലാം മതസ്ഥരും ഒരുപോലെയാണ് എന്ന രീതിയിൽ പെൺകുട്ടികളെല്ലാം തന്നെ ഓണം ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത് കണ്ടതോടുകൂടി ഈ മുസ്ലിം മുല്ലാക്കന്മാർ അല്ലെങ്കിൽ ഈ മതപണ്ഡിതന്മാർക്കൊക്കെ ഒരു ഹാലിളകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹാരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ഓണത്തിന് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ അത്തപ്പൂക്കളം ഇടുന്നതിന്റെയും ഓണം ആഘോഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഓണാഘോഷം ഇസ്ലാമിൽ ഹറാമാണെന്നും ഉസ്താദ്മാരുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷം. ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹാരിഫ് ഹുസൈൻ തെരുവത്ത്. കാലം കഥയും മാറി. ഈ ഓണക്കാലത്ത് കണ്ടത് ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ ഉസ്താദിനെയും ജിഹാബ് ഇട്ട് ഡാൻസ് പാടില്ല എന്ന് പറഞ്ഞ ജിഹാദിയെയും മുസ്ലിമുകൾ പുറം കാലുകൊണ്ട് തള്ളി മറച്ചിടാൻ പഠിച്ചതാണെന്ന് ഹാരിഫ് ഹുസൈൻ തിരുവത്ത് ഫേസ്ബുക്കിൽ പറയുന്നത്. ഭാവിയിൽ ഏകീകൃത പൗരത്വ ബിൽ അടക്കം ബോധമുള്ള മുസ്ലിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങും എന്നതാണ് പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയം ശോഷിക്കുമെന്നും ആരിഫ് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കടക്കപ്പുറത്ത് ഇസ്ലാം അടിപൊളിയാണ് എന്നാണ് ഹാരിഫ് ഹുസൈൻ പറയുന്നത്. ഓണമൊക്കെ ആഘോഷിക്കാം, ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ലല്ലോ. ആരിഫ് പറയുന്ന പോലെ ഒന്നും ഇസ്ലാമിലില്ല. എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ വിദ്വേഷം പറയുന്നത്? ഇതായിരുന്നു ഇത്രയും കാലം ഞാൻ കേട്ടിരുന്നത്. അതെ, ആ ഓണത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ അരവണയും വിഷുവും ക്രിസ്മസും ഒക്കെ വെച്ച് നോക്കാം, മറുപടിയും നിലവിളിയും ഒന്ന് തന്നെയായിരിക്കും. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഞാനിത് കേട്ടിട്ടുണ്ട്, അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് എന്നാണ് ഹാരിഫ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ഉസ്താദുമാരോടും ജിഹാദികളോടും അത് നിർത്താൻ പറ. എന്നാൽ ഞാൻ നിർത്താം, നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അവരെ കണ്ടില്ല. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കാലം മാറി, കഥയും മാറി. എന്നോട് പറയുന്നതിന് പകരം ഇപ്പോൾ മുസ്ലിമുകൾ കണ്ണം തിരിവ് പറയുന്ന ഉസ്താദുമാരെ പുറം കാലുകൊണ്ട് തള്ളി മറച്ചിടാൻ പഠിച്ചു. ഈ ഓണക്കാലത്ത് കണ്ടത് ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞ ഉസ്താദിനെയും ഹിജാബിട്ട് ഡാൻസ് പാടില്ല എന്ന് പറഞ്ഞ ജിഹാദി തള്ളയെയും മുസ്ലിങ്ങൾ തന്നെ ഊക്കിവിടുന്നതാണ്. ഇസ്ലാമിലെ ചെറിയ വിഷയങ്ങളോട് വിധേയത്വം ഉണ്ടാക്കിയെടുത്താൽ വലിയ വിഷയങ്ങളിൽ കുരുക്കിടാൻ ഇസ്ലാമിക് രാഷ്ട്രീയത്തിന് സാധിക്കും. എങ്കിൽ അതിന്റെ വിപരീതമാണ് ഇവിടെ സംഭവിക്കുന്നത്. ചെറിയ കാര്യങ്ങളെ സ്വയം എതിർക്കാൻ പഠിച്ചാൽ വലിയ വിഷയങ്ങളിൽ മുസ്ലിമുകൾ സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കും. പിന്നെ പ്രീണനം നടക്കില്ല. ശാക്തീകരിക്കപ്പെട്ട മുസ്ലിമുകളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭാവിയിൽ ഏകീകൃത പൗരത്വ ബിൽ അടക്കം ബോധമുള്ള മുസ്ലിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങും. ഇസ്ലാമിക രാഷ്ട്രീയം ശോഷിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഷാബാനു ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ അന്നത്തെ ദുർഗതി ഉണ്ടാകില്ല.
ഡോക്ടർ ആയിഷയാണേ സത്യമെന്നാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. എന്നാലും ഈ ജിഹാദികൾക്കും ഈ മത പണ്ഡിതന്മാർക്കും ഈ മുല്ലാക്കന്മാർക്കും ഒക്കെ ഈ നമ്മളത്തെ ജെൻസി മുസ്ലിം പിള്ളേരുകൾ തട്ടമിട്ടുകൊണ്ട് തന്നെ തിരുവാതിര കളിച്ചും ഇട്ടുകൊണ്ട് തന്നെ ഓണത്തിന് ഡാൻസും ഒക്കെ കളിച്ച് ഒരു വ്യക്തമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ മതപണ്ഡിതന്മാരും ഈ മുല്ലാക്കന്മാരും ഒക്കെ അവിടെ ഇരുന്ന് പറയുന്നെങ്കിൽ അവരൊക്കെ പറയട്ടെ, നമുക്ക് വേറെ പണിയുണ്ടെന്ന് കുറച്ച് ബോധം ഇന്നത്തെ ഈ മുസ്ലിം ജെൻസി പിള്ളേർക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.